മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബംഗാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജി അങ്ങനെ വിറളി പിടിച്ചാണ് വളരെ വലിയ രീതിയിൽ സകല മാധ്യമങ്ങളെയും വിളിച്ച് പറയുന്നു, ഞാൻ രാജിവെക്കില്ല, ഞാൻ ഇലക്ഷൻ കമ്മീഷനോടാണ് പരാജയപ്പെട്ടത്, അവരാണ് പരാജയപ്പെടുത്തിയത്, ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ തോന്നിയതൊക്കെ തന്നെ വിളിച്ചു പറയുന്നു. ചുരുങ്ങി പറഞ്ഞാൽ മമത തോൽവി അങ്ങ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള്. അതിന് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിനെ BJP എങ്ങനെയാണ് നേരിടുക, ഇതൊക്കെ സുന്ദരമായിട്ട് BJP ഈ സമയത്ത് തന്നെ മറികടന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമുക്ക് അതിലേക്കൊക്കെ തന്നെ പോവാം. അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട അവതാരകരെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാതെ ഈ വിഷയത്തെ അങ്ങ് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? നമുക്ക് ഓരോരുത്തരെയും എടുത്തൊന്ന് പരിശോധിക്കാം. ഉണ്ണി ബാലകൃഷ്ണൻ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ജനാധിപത്യത്തെ കുറിച്ച് വാചാലനാവാറില്ലേ? വലിയ രീതിയിൽ ജനാധിപത്യത്തിന്റെ മഹത്വം, ജനാധിപത്യത്തിന്റെ നിരന്തരം ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് വിളിച്ചു പറയുന്ന ഉണ്ണി ബാലകൃഷ്ണനും അബ്ജോദും കൂടി ഈ പറയുന്ന ബംഗാളിലെ വാർത്തയൊക്കെ വായിച്ചത് എങ്ങനെയാണെന്നാ നിങ്ങൾ കരുതിയത്? മമത ഫുൾ എതിരാണ് കേട്ടോ. ഇത് ഒരു തരത്തിലും മമത രാജിവെക്കില്ല, അങ്ങനെയാണ് ഇപ്പൊ ബംഗാളിൽ നിന്ന് വാർത്ത വരുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു, മമത ചെയ്യുന്നത് ഊളത്തരമാണ്, മമത ഉളുപ്പില്ലായ്മയാണ് അവിടെ ചെയ്യുന്നത്, അതിന് രാജിവെച്ച് കൊടുക്കണ്ടേ എന്നൊന്നും ഒരു തരത്തിലും ഈ പറയുന്നു ഉണ്ണി ബാലകൃഷ്ണനോ അബ്ജോദിനോ ഒന്നും തന്നെ പറയാനില്ല. ഇനി നേരെ അരുൺകുമാറിനെ എടുത്ത് പരിശോധിച്ചാലോ? അരുൺകുമാറൊക്കെ മമത അവിടെ അംഗീകരിക്കുന്നില്ല. അതിലപ്പുറം ജനാധിപത്യത്തെ കുറിച്ചോ അത് ചെയ്യുന്നത് നെറുകേടാണെന്നോ പറയാൻ അരുണിനും സാധിക്കുന്നില്ല. ഈ അരുണിന്റെ സ്വന്തം നേതാവായിട്ടുള്ള പിണറായി വിജയൻ എത്ര അന്തസ്സോടു കൂടിയാണ് കേരളത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ജനവിധിയെ അംഗീകരിക്കുക, എന്നിട്ട് അദ്ദേഹം സകലതും രാജിവെക്കുക, സകല രീതിയിലും ആ ഒരു ജനവിധി അംഗീകരിച്ച് പരാജയം ഏറ്റെടുത്തു. അതെത്ര അന്തസ്സുള്ള ഏർപ്പാടാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. തന്റെ സ്വന്തം നേതാവായിട്ടുള്ള പിണറായി വിജയൻ ചെയ്തതുപോലെ മമതയും ചെയ്യണമെന്നെങ്കിലും അരുണിനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം ജനാധിപത്യത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ഇനി നേരെ മീഡിയ വണ്ണിനെയൊക്കെ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യണം. അവര് സ്വാഭാവികമായിട്ട് കുത്തിത്തിരിപ്പ് വാർത്തയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രിയെ പോലും തോന്നിയതുപോലെ വാർത്ത ചെയ്യുന്ന ആളാണല്ലോ പ്രധാനമന്ത്രിക്ക്. അതും അദ്ദേഹത്തെ വിമർശിക്കരുത് എന്നൊന്നുമല്ല പറയുന്നത്. അദ്ദേഹത്തെ വളരെ മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് ഈ പറയുന്ന മീഡിയ വണ്ണി എന്ന് പറയുന്നത്. ഇനി നമ്മൾ മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിലോ, അഭിലാഷ് ജനാധിപത്യത്തെ എന്തൊക്കെ വിളിച്ചു പറയാറുണ്ട്. അതിന് 24-ലെ ഹാഷിമി താജ് ഇബ്രാഹിം ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് നാവ് ഉള്ളിലിടാൻ സമയം ഉണ്ടാവില്ല. ആജാതി രീതിയിൽ ജനാധിപത്യത്തെ കുറിച്ച് നിരന്തരം പറയും. പക്ഷെ ബംഗാളില് മമതാ ബാനർജി എന്ന് പറയുന്നത് മമത രാജിവെക്കുന്നില്ല എന്നാണ് അവിടുത്തെ വാർത്ത. അതിലപ്പുറം ഒന്നുമില്ല. ഇനി എന്റെ ലളിതമായ മറ്റൊരു ചോദ്യമാണ്, ഈ മമതയ്ക്ക് പകരം ഒരു BJP മുഖ്യമന്ത്രി ജനവിധി അംഗീകരിക്കാതെ ഞാൻ രാജിവെക്കില്ല, ഞാൻ ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്, ഇലക്ഷൻ കമ്മീഷനാണ് എന്നെ പരാജയപ്പെടുത്തിയത് എന്നൊക്കെ ഒരു BJP മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ ഉണ്ണി ബാലകൃഷ്ണൻ മുതൽ അരുൺകുമാർ മുതൽ ഹാഷിമി താജ് ഇബ്രാഹിം മുതൽ ഈ പറയുന്നവരൊക്കെ നിരന്നങ്ങ് നിൽക്കില്ലേ? എന്നിട്ട് അങ്ങ് തുടങ്ങില്ലേ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത്, ജനാധിപത്യത്തെ വലിച്ചു കയറി, ജനാധിപത്യത്തെ കോറി മുറിച്ച്, ജനാധിപത്യത്തെ ഉണ്ടയാക്കി എന്ന് പറഞ്ഞ് ഇവരൊക്കെ തന്നെ അങ്ങ് നിരന്ന് നിൽക്കില്ലേ? ഇപ്പൊ ഒറ്റൊരുത്തരും ഉണ്ടാവില്ല. സകലതിന്റെ വായിൽ എന്ത് തേങ്ങയാണോ കുത്തിക്കയറ്റി വെച്ചത്? സകല മലയാളികളും വിവേകത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാ. നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലെയും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ പൊളിറ്റിക്സ് ആണ് ഇതിലൂടെ സകലരും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത്. കൃത്യമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ടോ ഈ പറയുന്ന പ്രതിപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ കോൺഗ്രസിന് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിന് വേണ്ടി മാത്രമേ ശബ്ദിക്കൂ. അല്ലാതെ ഇവര് ആരെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസ് വരുമ്പോ കുറച്ചാൾ ഇടതുപക്ഷത്തും കുറച്ചാൾ കോൺഗ്രസിനും. ഇതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു ശൈലി.
ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജനങ്ങൾ വിധി എഴുതി. സുന്ദരമായിട്ട് ജനം മമതയെടുത്ത് ആറ്റിലേക്ക് അങ്ങ് എറിഞ്ഞു. സ്വന്തം മണ്ഡലത്തിൽ ഈ മമത പരാജയപ്പെട്ടത്. സ്വന്തം മണ്ഡലത്തിൽ 2021 ഇലക്ഷനിലോ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ട സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടതാ. ഇത്തവണയും അദ്ദേഹത്തോട് തന്നെ പരാജയപ്പെട്ടോ. അപ്പൊ ഇതൊക്കെ വലിയ പ്രശ്നമാണെന്നുള്ള ചർച്ച കേരളത്തിൽ തുടങ്ങി. 207 എങ്ങനെ BJP എന്നൊക്കെയാ ഇവിടെ ഇപ്പോ ആളുകൾ. കാരണം എന്താ, രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ച് വന്നിട്ടുണ്ടല്ലോ. ജയിച്ച് ഈ പറയുന്ന കേരളത്തിൽ ഒരു പ്രശ്നമില്ല. തമിഴ്നാട്ടിൽ TVക്ക് ഒപ്പം കോൺഗ്രസിനെ കൂട്ടുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ കോൺഗ്രസ് പൊട്ടിയെടുത്ത എല്ലാ സ്ഥലത്തും പ്രശ്നമാണോ എന്ന് മമതയുടെ അതേ ശൈലി. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ചർച്ചയാണ്, ഇത് ബംഗാളിൽ എന്ത് ഒരു ഉണ്ടയും അവിടെ സംഭവിച്ചില്ല. ഇവിടെ പിണറായി വിജയൻ എത്ര സമയത്ത് പരാജയത്തിന്റെ വക്കിലേക്കെത്തി. അതൊക്കെ ആളുകൾ ജനാധിപത്യത്തിന്റെ ജനം അങ്ങനെ വിധി എഴുതി സുന്ദരമായിട്ട് ഇവിടെ മാധ്യമ പ്രവർത്തകര് വിളിച്ചു പറഞ്ഞില്ലേ. പിണറായി വിജയന് പരാജയപ്പെടുന്നതിന്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 6 ലക്ഷത്തോളം വോട്ടിലൊക്കെ വിജയിക്കുന്ന ആളുകൾ പരാജയത്തിന്റെ ആ ഒരു വക്കിലേക്ക് എത്തിയത് ഇവിടെ വാർത്ത ചെയ്യുക ഒരു പ്രശ്നമില്ലാതെ. അതേസമയത്ത് BJP ബംഗാളിൽ അതേപോലെ പരാജയപ്പെടുത്തുക വലിയ പ്രശ്നം. ഇവിടെ എങ്ങനെ കോൺഗ്രസ് UDF 100 കടന്നു വരുന്ന ആരെങ്കിലും കരുതിയോ? ആരെങ്കിലും ചർച്ച ചെയ്തോ? 100 കടക്കുന്നു. കോൺഗ്രസ്സുകാരെ അതേപോലെ ഓരോ പാർട്ടിക്കാരും അവരുടേതായ രീതിയിൽ പറയും. പക്ഷെ 100 കടക്കുമെന്ന്. ആ 100 കടന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബസ് ഉണ്ടോ? അത് ജനം വിധി എഴുതി. ഇതേപോലെ എന്താ ബംഗാളിൽ ജനം വിധി എഴുതിയെന്ന് ആർക്കും ഇങ്ങോട്ട് പറയാൻ സാധിക്കാത്തത്? BJP ജയിക്കുന്നിടത്തൊന്നും ആരും ജയിക്കില്ല. രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കി. രാഹുൽ ഗാന്ധി മമതയൊക്കെ വലിയ രീതിയിൽ വിളിച്ചു പറയാ. എന്നിട്ട് മമത രാജിവെച്ചിട്ടില്ലെങ്കിൽ എന്തോ മലമറയ്ക്കുമെന്ന് കരുതി കുറെ മൊണ്ണകൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. സകലരോടും വ്യക്തമായിട്ട് പറയാ, ഒരു ഉണ്ടയും നടക്കാൻ പോകുന്നില്ല. മമതയൊക്കെ പരാജയപ്പെടുത്തിയ പാർട്ടി സംവിധാനത്തിന് എടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞ് അവിടെ അധികാരത്തിലേക്ക് എത്താനും നന്നായിട്ട് പ്രാപ്തിയുള്ള ഒരു പാർട്ടി തന്നെയാ ഈ പറയുന്ന ബംഗാളിൽ വിജയിച്ചു വന്നിട്ടുള്ളത്. ഈ മെയ് 9-ാം തീയതി സത്യപ്രതിജ്ഞ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വന്നു തുടങ്ങി. സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ചോ. ഈ രാജിവെക്കാത്തവരൊക്കെ ഏതെങ്കിലും ഉണ്ടെന്ന് രാജിവെക്കേണ്ടി വരും. അതാണിപ്പോ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. വളരെ വ്യക്തമായിട്ട് അവിടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ BJP പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞു. BJP ഒരു സ്ഥലത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ അധികാരത്തിലേക്ക് എത്താനും അവർക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും ഒരാളും BJPയെ പഠിപ്പിക്കേണ്ട. പിന്നെ മമത, ഇനി എങ്ങനെയാണ് മമത എന്ന് പറഞ്ഞു മനസ്സിലാക്കുക? പരാജയപ്പെട്ടു, തൊപ്പിയിട്ടു എന്ന് ഈ മമത ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ളൊരു സമയം കൂടിയാണ് ഇനി ബംഗാളിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ കാത്തിരിക്കുന്നത്. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിഞ്ഞോളൂ, ഈ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പി. ജനം വിധി എഴുതിയിട്ടുള്ള ഒരു വിഷയത്തിൽ പോലും മമതയുമായി ബന്ധപ്പെട്ട് മമത ചെയ്യുന്ന നെറുകേടിനെതിരെ ഒരു അക്ഷരവും പറയുന്നില്ല. ജനാധിപത്യത്തിനെതിരെ കശാപ്പ് ചെയ്യുന്നു, രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കൊന്നും വായെന്ന് വരുന്നില്ല ഒരാൾ. എന്നിട്ട് ഇതും BJPക്കെതിരെ നാണല്ലേ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾക്കോ? ഏതായാലും BJP അധികാരത്തിലേക്ക് എത്താൻ വരുന്നോ അവിടെയുള്ള ബംഗ്ലാദേശികളെയൊക്കെ ചവിട്ടി അങ്ങ് പുറത്താക്കുമെന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. ഇത് ഈ ഒരു വിഷയമൊക്കെ വരുമ്പോഴേക്കും പറയും മതമൊന്നുമല്ല. അവിടെ ബംഗ്ലാദേശികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഈ പറയുന്ന ബംഗാളിലെ സകല മതത്തിൽപ്പെട്ട അവിടെയുള്ള നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശികളെയൊക്കെ തന്നെ BJP വരുന്നതോടുകൂടി ചവിട്ടി പുറത്താക്കും എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. BJP സുന്ദരമായിട്ട് ബംഗാളിൽ അധികാരത്തിലേക്ക് എത്തും. മമതയൊക്കെ ജനം എടുത്ത് ആറ്റിലെറിഞ്ഞതാണ്. ഇതൊക്കെ അവസാന ഘട്ടത്തിലെ ഒരു വെപ്രാളം മാത്രമാണ്. സകല അധികാരവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് മായഞ്ഞു പോകുക. അതായത് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തനിക്കൊരു ഇടമില്ല എന്നറിഞ്ഞിട്ടുള്ള മമതയുടെ അവസാന വെപ്രാളമാണ് ഈ രാജിവെക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ. ഇതൊക്കെ മറികടന്ന് ഈ 9-ാം തീയതി ഈ ദിവസങ്ങൾക്കുള്ളിൽ BJP ബംഗാളിൽ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.